Hello, Makle. Welcome back to Lenino. So, KTU BTech 2024 scheme S2 സ്റ്റുഡൻസിനുള്ള ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ S2 കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് സീരീസ് എക്സാം, സെക്കൻഡ് സീരീസ് എക്സാം, എൻഡ് സെമിസ്റ്റർ എക്സാം അതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത്. അതൊന്ന് നോക്കാം. ഓക്കെ. യെസ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് തുടങ്ങുന്നത്, അതായത് S2യുടെ ക്ലാസ്സസ് തുടങ്ങുന്നത് 21st ഓൺവേർഡ്സ് ആയിരിക്കും. പിന്നെ അതിനുശേഷം പിന്നെ സെമസ്റ്റർ എൻറോൾമെന്റ്, അതേപോലെ കോഴ്സ് സെലക്ഷൻ ആൻഡ് മാപ്പിംഗ്, അതിന്റെയൊക്കെ ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ, സ്റ്റുഡന്റ് ലെവൽ എക്സാം രജിസ്ട്രേഷൻ 8-നാണ്, ഫെബ്രുവരി 8-നാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് സീരീസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത്. യെസ്, ഇവിടെ നോക്കൂ, ഫസ്റ്റ് സീരീസ് ടു ബി കംപ്ലീറ്റഡ് ഫോർ ബിടെക് S2 4/3/2025, അതായത് മാർച്ച് 4th ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവണമെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് നമുക്കൊരു ഫെബ്രുവരി ലാസ്റ്റോടുകൂടി ഫസ്റ്റ് സീരീസ് എക്സാം ഉണ്ടാവും. ഈ ഒരു സെക്കൻഡ് സെമ്മിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ കിട്ടിയ അത്ര പോലും ടൈം നമുക്ക് ഇവിടെ കിട്ടില്ല. കാരണം ക്ലാസ് തുടങ്ങി, ഇപ്പോൾ 21st ക്ലാസ് തുടങ്ങി ഒരു 1 month ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സീരീസ് എക്സാം വരും. അതായത് ഫെബ്രുവരി ലാസ്റ്റോട് കൂടി എന്തായാലും സീരീസ് എക്സാം വരും. കാരണം 4th കംപ്ലീറ്റ് ചെയ്യണം എന്ന് വേണ്ട. അപ്പോൾ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് സീരീസ് എക്സാം വരും. അപ്പോൾ അത്രയും ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ സ്പീഡിൽ പഠിക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് നമ്മുടെ സെക്കൻഡ് സീരീസ് ടു ബി കംപ്ലീറ്റഡ്. നമുക്ക് പറയുന്നത് 16/4 ആണ് കേട്ടോ പറയുന്നത്. 16/4 എന്ന് പറയുമ്പോൾ അതായത് മാർച്ചിൽ കഴിഞ്ഞ് ഏപ്രിൽ 16th ആകുമ്പോഴത്തേക്ക് സെക്കൻഡ് സീരീസും കംപ്ലീറ്റ് ആവണം. അതായത് എഗെയിൻ നമുക്കൊരു 1 month, ഫസ്റ്റ് സീരീസ് കഴിഞ്ഞ് ഒരു 1 month കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് സീരീസും വരും. അതോടുകൂടി നമ്മുടെ ഏകദേശം ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവും. കാരണം ക്ലാസ് 25th ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവണം, സെക്കൻഡ് സെം കംപ്ലീറ്റ് ആവുന്നത്. ദാറ്റ് മീൻസ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 25th ആകുമ്പോഴത്തേക്ക് നമ്മുടെ സെം കഴിയും. അത് വളരെ ഷോർട്ട് ഡ്യൂറേഷനാണ് നമുക്ക് ഈ ഒരു സെം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മക്കളെ ഒരു കാര്യം പറയാനുള്ളൂ, ക്ലാസ് തുടങ്ങിയാൽ, ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്ത് ക്ലാസ് തുടങ്ങിയാൽ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുക. ഉഴപ്പരുത്. ഫസ്റ്റ് സെമ്മില് കൃത്യമായിട്ട് പഠിക്കാതെ അവസാനം എക്സാം ടൈമിൽ പഠിക്കാന്ന് പറഞ്ഞു പോയവർക്കാണ് നല്ല പണി കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം, അതായത് ഇപ്പൊ പൈത്തൺ ആണ് കുറെ പേര് പറയുന്നത് ടഫ് ആയിരുന്നു എന്നുള്ളത്. ബാക്കിയുള്ള എക്സാംസ് ഒക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ റിവിഷനും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോയവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സെമ്മിലെങ്കിലും നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക, അവസാനത്തേക്ക് വെക്കേണ്ട. കാരണം അങ്ങനെ ഒരു അവസാനം എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. ഈ ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് സീരീസ്, സെക്കൻഡ് സീരീസ്. അതുപോലെ ഇപ്രാവശ്യം ഇന്റേണലില് അണ്ടർ ആയിട്ടുള്ളവർക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്റേണലിൽ കുറഞ്ഞിട്ടുള്ള മാർക്ക് നമ്മൾ എക്സ്റ്റേണലിൽ അതും കൂടെ എടുക്കണം. അപ്പൊ ചില ടഫ് എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് വാല്യൂഷൻ ലിബറൽ ആയ പോലും ചിലപ്പോൾ ആ പാസ് മാർക്കാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇന്റേണലിൽ നമുക്ക് മാർക്ക് കുറവാണെങ്കിലോ എഗെയിൻ നമ്മൾ ഫെയിൽ ആവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റേണൽ എക്സാം കൂടെ സ്കോർ ചെയ്യണം. അപ്പൊ സീരീസ് എക്സാമിനെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. അത് ആദ്യമേ പറയാണ്. ഇനി എൻഡ് സെമിസ്റ്റർ എക്സാം നോക്കൂ. എൻഡ് സെമിസ്റ്റർ എക്സാം മെയ് 5 ആകുമ്പോഴത്തേക്കും, മെയ് മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ എക്സാമും വരും. അപ്പൊ ഏപ്രിലോടുകൂടെ ക്ലാസ് കഴിഞ്ഞ് മെയ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മുടെ എൻഡ് സെം എക്സാമും വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് മക്കളെ പ്ലാൻ ചെയ്യുക. ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ലേണിനോയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കോഴ്സ് എല്ലാം സെറ്റ് ആണ്. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി നമ്മൾ ഓരോ സീരീസും കഴിയുമ്പോഴും നിങ്ങൾക്കുള്ള ക്ലാസ്സസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും എല്ലാം പാറ്റേൺ എല്ലാം നമ്മൾ തന്ന് റെഡിയാക്കും. ഒപ്പം നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ട്. നിങ്ങളെ വിളിച്ച് കൃത്യമായി നിങ്ങൾ ട്രാക്കിലാണോ, വെറുതെ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുകയാണോ എന്നൊക്കെ നോക്കാനായിട്ട് നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളെ ഫുൾ സപ്പോർട്ട് നമ്മൾ ലെർണിനോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് വേണ്ട, 1-to-1 ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുന്ന രീതിയിലാണ്. അപ്പൊ മോഡ്യൂൾ വൈസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട മോഡ്യൂൾസ് മാത്രം എടുത്തു തരാൻ നമ്മുടെ ഫാക്കൽറ്റീസിന്റെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ അധികം വൈകാതെ തന്നെ ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചില ബുക്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ സബ്ജക്റ്റിന്റെ ബുക്സ് ആണ് എന്നുള്ളത് അതും പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ഡിലേ ആയി നമ്മുടെ ബുക്സ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ബുക്സ് പർച്ചേസ് ചെയ്തവർക്കൊക്കെ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ബുക്സ് എന്തായാലും ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൂടുതൽ പറയാം. ലെർണിൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ബിടെക് കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മുടെ ഒരു ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.